Good morning to all. Today we discussed about working capital turnover ratio. The working capital turnover ratio is the relationship between sales and working capital is called working capital turnover ratio. This ratio shows how many times the working capital is turned over to generate sale. The working capital turnover ratio is calculated from the following. The working capital turnover ratio is equal to net sale divided by working capital. So, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് മെയിൻലി ഷോ ചെയ്യുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് വർക്കിംഗ് ക്യാപിറ്റലും സെയിൽസും തമ്മിലുള്ള റിലേഷനാണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോയിൽ ചെയ്യുന്നത്. സോ നമുക്കപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കിട്ടി. ഇറ്റ് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് സെയിൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. സോ നെറ്റ് സെയിലും വർക്കിംഗ് ക്യാപിറ്റലാണ് നമ്മൾക്ക് ആ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് വേണ്ടത്. സോ നമ്മൾ നെറ്റ് സെയിൽ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തിരുന്നു. നെറ്റ് സെയിൽ ഈക്വൽ ടു ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. സോ നെറ്റ് സെയിൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടോട്ടൽ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് നെറ്റ് സെയിൽ കിട്ടും. പിന്നെ നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കാനുള്ളതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ വി ക്യാൻ അറൈസ് വർക്കിംഗ് ക്യാപിറ്റൽ. ദ വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. സോ നമ്മൾക്ക് വർക്കിംഗ് ക്യാപിറ്റൽ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള രണ്ട് ഐറ്റംസും കിട്ടി. അതായത് നെറ്റ് സെയിലും കിട്ടി, അതേപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലും കിട്ടി. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിൻലി ചെക്ക് ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെയിൽസ് ജനറേറ്റ് ചെയ്യാനായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ എത്ര ടൈംസ് ടേൺ ഓവർ ചെയ്യുന്നുണ്ട്, അതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്. അതായത് സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം അത് ടേൺ ഓവർ ചെയ്ത് വരുന്നുണ്ട്, അതാണ് നമ്മൾ ഈ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോയിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തിനാണെങ്കിലും നമ്മളൊരു സ്റ്റാൻഡേർഡ് റേറ്റ് ഫിക്സ് ചെയ്യാറുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോയ്ക്കും ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 or 8 ടൈംസ് ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് വരുന്നത്. സോ നമ്മൾ ഇൻ്റർപ്രിറ്റേഷൻ എഴുതുമ്പോൾ ഈ സ്റ്റാൻഡേർഡ് റേഷ്യോനെ കമ്പയർ ചെയ്തുകൊണ്ടാണ് എഴുതുക. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആൻസർ ഒരു 7 or 8 ടൈംസ് അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ബാലൻസ്ഡ് ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ബെറ്റർ വേ കൂടി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുക. ഇൻ കേസ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ ലോ ആണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ലോവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒരുപാട് സെയിൽസും കൂടി ജനറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ നമ്മൾ കറക്റ്റ് രീതിയിൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾക്ക് ഒരു 7 ബിലോ ആയിട്ടുള്ള റേഷ്യോസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ നമ്മുടെ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 or 8 ടൈംസ് ആണ് നമ്മൾ പറയാം. അപ്പോൾ എന്താ പറയുക, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ നമുക്ക് ഹയർ ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ബെറ്റർ യൂട്ടിലൈസ്ഡ്. ആൻഡ് ഇൻ അതർ കേസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഈസ് ബിലോ 7. That means the working capital is not utilized efficiently. That means we can use more volume of sales in working capital. നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോൻ്റെ പ്രോബ്ലത്തിലോട്ടാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. കാൽക്കുലേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ. നമുക്ക് കുറച്ച് ഇൻഫോർമേഷൻസ് അടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെയിൽസ് നമുക്കൊരു 5,75,000 തന്നിട്ടുണ്ട്. സെയിൽസ് റിട്ടേൺ ഒരു 15,000 തന്നിട്ടുണ്ട്. കറണ്ട് അസറ്റ് 2 lakhും കറണ്ട് ലയബിലിറ്റീസ് 1,20,000 നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാനാണ്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോൻ്റെ ഇക്വേഷൻ എഴുതണം. എന്താ ഇക്വേഷൻ പറഞ്ഞത്? വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഈക്വൽ ടു നെറ്റ് സെയിൽ ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. ഇപ്പോൾ ഇക്വേഷൻ മിസ് ഇവിടെ സൊല്യൂഷനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോൻ്റെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. നെറ്റ് സെയിൽ ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റലാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, നമുക്ക് ഈ പ്രോബ്ലത്തിൽ നെറ്റ് സെയിൽ ഡയറക്റ്റ്ലി പ്രൊവൈഡ് ചെയ്തിട്ടില്ല. സോ നമ്മൾ ഫസ്റ്റ് തന്നെ നെറ്റ് സെയിൽ നമ്മൾ കണ്ടുപിടിക്കണം. നെറ്റ് സെയിൽ എങ്ങനെ കണ്ടുപിടിക്കുക? നെറ്റ് സെയിൽ കണ്ടുപിടിക്കുന്നത് ഗ്രോസ് സെയിലിൽ നിന്ന് സെയിൽസ് റിട്ടേൺ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? നെറ്റ് സെയിൽ കിട്ടും. ഗ്രോസ് സെയിൽ നമ്മൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. പ്രോബ്ലത്തിൽ നമ്മൾക്ക് ഒരു സെയിൽസ് എന്നും പറഞ്ഞിട്ട് 5,75,000 തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ഗ്രോസ് സെയിൽ എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് സെയിൽസ് കിട്ടി, അതിൽ നിന്ന് സെയിൽസ് റിട്ടേണും നമ്മുടെ പ്രോബ്ലത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 15,000. അപ്പോൾ നമ്മുടെ ഗ്രോസ് സെയിൽ എത്രയാണ്? 5,75,000 നിന്ന് 15,000 കുറയ്ക്കുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? നെറ്റ് സെയിൽ കിട്ടും. 5,16,000 ആണ് നമ്മുടെ നെറ്റ് സെയിൽ കിട്ടുന്നത്. സോ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത് കറൻറ്റ് അസറ്റിൽ നിന്ന് കറൻറ്റ് ലയബിലിറ്റി ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു. നമ്മുടെ പ്രോബ്ലത്തിൽ നമുക്ക് കറൻറ്റ് അസറ്റും കറൻറ്റ് ലയബിലിറ്റിയും ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. സോ നമ്മൾക്കത് ഇവിടെ അപ്ലൈ ചെയ്യാം. കറൻറ്റ് അസറ്റ് 2 lakhും കറൻറ്റ് ലയബിലിറ്റീസ് 1,20,000 ആണ് തന്നിരിക്കുന്നത്. സോ കറൻറ്റ് അസറ്റ് മൈനസ് കറൻറ്റ് ലയബിലിറ്റി, ദാറ്റ് മീൻസ് 2 lakh മൈനസ് 1,20,000 ഈക്വൽ ടു 18,000. അപ്പോൾ 18,000 ആണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ നമ്മൾക്ക് നെറ്റ് സെയിലും കിട്ടി, വർക്കിംഗ് ക്യാപിറ്റലും കിട്ടി. ഇനി നമ്മൾക്ക് അത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് നെറ്റ് സെയിൽ കിട്ടിയത് 5,16,000ഉം വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടിയത് 18,000 ആണ്. സോ ആൻസർ എത്ര കിട്ടുക? 5,16,000 ഡിവൈഡഡ് ബൈ 80,000 ഈക്വൽ ടു 7 ടൈംസ്. നമ്മൾ പറഞ്ഞു ഇത് നമ്മൾ മെഷർ ചെയ്യുന്നത് ടൈംസിലാണ്. സോ നമ്മുടെ ആൻസർ നമ്മൾ 7 ടൈംസ് എന്നാണ് എഴുതേണ്ടത്. ഇനി ഇൻ്റർപ്രിറ്റേഷൻ എന്തെഴുതും? നമ്മൾ പറഞ്ഞു നമ്മുടെ ബേസ് അല്ലെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 or 8 ടൈംസ് ആണ്. സോ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ 7 ആണ്. അപ്പോൾ നമ്മുടെ ഇൻ്റർപ്രിറ്റേഷൻ എങ്ങനെയാണ് നമ്മൾ എഴുതുക? നമുക്ക് കിട്ടിയിരിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ബെറ്റർ ആണ്, ദാറ്റ് മീൻസ് ഹയർ അല്ലെങ്കിൽ ഓർ ഈക്വൽ ആണ്. സോ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. സോ ഹയർ റേറ്റ് ഓഫ് റേഷ്യോ ഈസ് ബെറ്റർ ദ യൂട്ടിലൈസേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. നമുക്ക് 7 ടൈംസ് കിട്ടിയതുകൊണ്ട് തന്നെ ആ ഓർഗനൈസേഷൻ അവരെ വർക്കിംഗ് ക്യാപിറ്റൽ ബെസ്റ്റ് വേ കൂടി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോയിൽ പറയുന്നത്. സോ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ആക്ടിവിറ്റി റേഷ്യോയിലെ തന്നെ ലാസ്റ്റ് പാർട്ടാണ്, ദാറ്റ് ഈസ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആണ്. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ മീൻസ് ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിക്സഡ് അസറ്റ് ആൻഡ് നെറ്റ് സെയിൽസ്. സോ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്ത് പറയുന്നത് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് സെയിൽസ് ആൻഡ് ഫിക്സഡ് അസറ്റ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അതിൽ നിന്ന് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റി. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നെറ്റ് സെയിൽ ഡിവൈഡഡ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റ് ആണ്. സോ നെറ്റ് ഫിക്സഡ് അസറ്റ് ആണ് നമ്മുടെ ഇക്വേഷനിൽ വരുന്നത്. സോ നമ്മുടെ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് മെഷർ ദ എഫിഷ്യൻസി വിത്ത് വിച്ച് ദ ഫേം ഈസ് യൂട്ടിലൈസിങ് ഈസ് ഫിക്സഡ് അസറ്റ് ഇൻ ജനറേറ്റിംഗ് സെയിൽസ്. ദാറ്റ് മീൻസ് നമ്മൾ നേരത്തെ വർക്കിംഗ് ക്യാപിറ്റലിൽ നോക്കിയപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? വർക്കിംഗ് ക്യാപിറ്റൽ എത്രത്തോളം നമ്മുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കി. അപ്പം ഫിക്സഡ് അസറ്റിൽ പറയുന്നത് ഫിക്സഡ് അസറ്റ് നമ്മൾ എത്രത്തോളം സെയിൽസ് ജനറേറ്റ് ചെയ്യാനായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്നാണ് ഈ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോയിൽ നോക്കുന്നത്. സോ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് സെയിൽ ആൻഡ് നെറ്റ് ഫിക്സഡ് അസറ്റ് ആൻഡ് ഇറ്റ് ഓൾസോ മെഷർ ദ എഫിഷ്യൻസി വിച്ച് ദ ഫേം ഈസ് യൂട്ടിലൈസിങ് ദ ഫിക്സഡ് അസറ്റ് ഈസ് ജനറേറ്റിംഗ് സെയിൽസ് ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഫിക്സഡ് അസറ്റ് എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട് എന്നതാണ് നമ്മുടെ ഈ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ നമ്മൾക്ക് കിട്ടി. നമ്മൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞു നെറ്റ് ഫിക്സഡ് അസറ്റാണ് നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞു. നെറ്റ് ഫിക്സഡ് അസറ്റ് എടുക്കുമ്പോൾ നമ്മുടെ ഫിക്സഡ് അസറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷന് ശേഷമുള്ള എമൗണ്ടാണ് നമ്മൾ ഡിപ്രീസിയേഷനായിട്ട് എടുക്കുന്നത്, ഫിക്സഡ് അസറ്റായിട്ട് എടുക്കുന്നത്. അപ്പോൾ നെറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴെന്താണ് നെറ്റ് എന്നുള്ളൊരു വാക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തെങ്കിലും ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കഴിച്ചിട്ട് വരുന്ന എമൗണ്ടാണ് നെറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞത്. സോ അപ്പോൾ നമ്മുടെ ഫിക്സഡ് അസറ്റിൽ നിന്ന് ഇനി ഡിപ്രീസിയേഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് കിട്ടുന്നതാണ് നെറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഫിക്സഡ് അസറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾക്ക് കിട്ടി. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഹയർ റേഷ്യോസ് ആണ് നമ്മൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പറയാം സെയിൽസ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഫിക്സഡ് അസറ്റ് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്, എഫിഷ്യൻ്റ്ലി യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. ഇൻ കേസ് ഓഫ് നമുക്ക് ലോ
റേഷ്യോ ആണ് അല്ലെങ്കിൽ ലോ ടൈംസ് എന്നാണ് നമുക്ക് ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഫിക്സഡ് അസറ്റ് കറക്റ്റായിട്ട് ആ ഫേം യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ സിഗ്നിഫിക്കൻസ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ റേഷ്യോ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. സോ ഹൈ റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിക്സഡ് അസറ്റ് എഫിഷ്യൻ്റ്ലി യൂട്ടിലൈസ് ചെയ്തു എന്നും പറയാം. ഇൻ കേസ് ഓഫ് അത് ലോ റേഷ്യോസ് ആണ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേം ഫിക്സഡ് അസറ്റ് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ് നമുക്ക് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോൻ്റെ ഒരു പ്രോബ്ലത്തിലേക്ക് മൂവ് ചെയ്യാം. ഇവിടെ നമുക്കൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫിക്സഡ് അസറ്റ് അറ്റ് കോസ്റ്റ്. ഫിക്സഡ് അസറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 2,14,000 ആണ് ഫിക്സഡ് അസറ്റ് തന്നിരിക്കുന്നത്. നമുക്ക് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 40,000 തന്നിട്ടുണ്ട്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ നെറ്റ് ഫിക്സഡ് അസറ്റ് കാണാൻ നമ്മൾ എന്താ ചെയ്യുന്നത്, ഫിക്സഡ് അസറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് കാണിച്ചിട്ടുള്ള എമൗണ്ട് ആണ് നമ്മുടെ നെറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഫിക്സഡ് അസറ്റിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് നെറ്റ് ഫിക്സഡ് അസറ്റ് എടുക്കും. നെക്സ്റ്റ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് നെറ്റ് സെയിലാണ്. നെറ്റ് സെയിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചിരുന്നത്, നമ്മുടെ ഗ്രോസ് സെയിലിൽ നിന്ന് എന്തെങ്കിലും റിട്ടേൺസ്, സെയിൽസ് റിട്ടേൺസോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നെറ്റ് സെയിൽ കിട്ടുന്നത്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് നോർമലി നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കില്ല. ബിക്കോസ് ഓഫ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ സെയിൽസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറല്ല. സോ നമ്മുടെ ചില സിറ്റുവേഷൻസിൽ നമ്മൾ എടുക്കും, പക്ഷേ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യേ ഇല്ല. അപ്പോൾ അതാണ് നമ്മുടെ ഈ പ്രോബ്ലത്തിൽ ഒരു 1,15,000 നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റായി തന്നിട്ടുണ്ട്. സോ നമ്മൾക്ക് പ്രോബ്ലത്തിൽ ഇത്ര ഐറ്റംസ് ആണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ മിസ് എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ അടുത്ത് എന്താണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഇക്വേഷൻ ആയിരിക്കണം നമ്മൾ ഫസ്റ്റ് റിട്ടേൺ ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോൻ്റെ ഇക്വേഷൻ ഏതാ, ദ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഈക്വൽ ടു നെറ്റ് സെയിൽ ഡിവൈഡഡ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റ്. അതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾക്ക് ഈ പ്രോബ്ലത്തിൽ 2 ഐറ്റംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, നെറ്റ് സെയിലും നെറ്റ് ഫിക്സഡ് അസറ്റും ആണ് കണ്ടുപിടിക്കേണ്ടത്. നെറ്റ് സെയിൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് നെറ്റ് സെയിൽ കിട്ടും. സോ നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ ഒരു 12,15,000 ഗ്രോസ് സെയിൽസ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു 15,000 നമ്മൾക്ക് സെയിൽസ് റിട്ടേണും തന്നിട്ടുണ്ട്. സോ നമ്മൾ ഈ 12,15,000 നിന്ന് ഈ 15,000 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 12 lakh കിട്ടും. 12 lakh ആണ് നമ്മുടെ നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് പോർഷൻ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾക്ക് കണ്ടുപിടിക്കാനുള്ളത് നെറ്റ് ഫിക്സഡ് അസറ്റാണ് നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കാനുള്ളത്. സോ നെറ്റ് ഫിക്സഡ് അസറ്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, നെറ്റ് ഫിക്സഡ് അസറ്റ് ഈക്വൽ ടു ഫിക്സഡ് അസറ്റ് മൈനസ് എനി ഡിപ്രീസിയേഷൻ ഈസ് ഗിവൺ ടു ദ പ്രോബ്ലം. അപ്പോൾ നമ്മുടെ നെറ്റ് ഫിക്സഡ് അസറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾക്ക് പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന ഫിക്സഡ് അസറ്റിൽ നിന്ന്, അതായത് ഫിക്സഡ് അസറ്റിൻ്റെ എമൗണ്ടിൽ നിന്ന് നമ്മൾ എനി ഡിപ്രീസിയേഷൻ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് ഫിക്സഡ് അസറ്റ് കിട്ടും. സോ നമ്മുടെ പ്രോബ്ലത്തിൽ നമ്മൾക്ക് ഫിക്സഡ് അസറ്റായിട്ട് ഒരു 2,14,000 തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരു 14,000 നമുക്ക് ഡിപ്രീസിയേഷനായിട്ട് തന്നിട്ടുണ്ട്. സോ നമ്മൾക്ക് ഈ 2,14,000 നിന്ന് 14,000 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു 2 lakh എമൗണ്ട് കിട്ടും. അതാണ് നമ്മുടെ നെറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ് ഫിക്സഡ് അസറ്റും കിട്ടി, നെറ്റ് സെയിലും കിട്ടി. സോ നമ്മളത് നെക്സ്റ്റ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാണ്. സോ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, നെറ്റ് സെയിൽ ഡിവൈഡഡ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റ്. സോ നെറ്റ് സെയിൽ നമ്മൾക്ക് എത്രയാണ് എമൗണ്ട് കിട്ടിയത്, നെറ്റ് സെയിൽ നമ്മൾക്ക് ഒരു 12 lakh കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നെറ്റ് ഫിക്സഡ് അസറ്റ് നമ്മൾക്കൊരു 2 lakh കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ ആൻസർ എത്രയാണ്, 6 ആണ് നമ്മുടെ ആൻസർ കിട്ടിയിരിക്കുന്നത്. സോ നമ്മൾക്ക് ഇൻ്റർപ്രിറ്റേഷനാണ് നെക്സ്റ്റ് ചെയ്തേണ്ടത്. 6 നമ്മൾ ടൈംസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ നമ്മൾ 6 times എന്ന് തന്നെ എഴുതിയിട്ടുണ്ടായിരിക്കണം. സോ ദെൻ വി മൂവ് ഓൺ ദ ഇൻ്റർപ്രിറ്റേഷൻ. The fixed asset turnover ratio is higher than the standard. It indicates a better utilization of fixed asset in
ജനറേറ്റിംഗ് സെയിൽസ്. ദാറ്റ് മീൻസ് നമ്മുടെ ടേൺ ഓവർ റേഷ്യോ ഹയർ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പറയാം നമ്മുടെ സെയിൽസ് ജനറേറ്റ് ചെയ്യുന്നതിന് ബെറ്റർ ആയിട്ടുള്ള വേ കൂടി ഈ ഫിക്സഡ് അസറ്റ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്ന്. സോ ഇതാണ് നമ്മുടെ ഇൻ്റർപ്രിറ്റേഷൻ വരുന്നത്. നമ്മുടെ ആൻസർ നമ്മുടെ സ്റ്റാൻഡേർഡിനേക്കാൾ ഹയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ഫിക്സഡ് അസറ്റ് റേഷ്യോ ഫിക്സഡ് അസറ്റ് നമ്മുടെ സെയിൽസ് ജനറേറ്റ് ചെയ്യുന്നതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 2 റേഷ്യോസ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മിസ് എടുത്തത് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോയും അതേപോലെ തന്നെ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആണ്. അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ആക്ടിവിറ്റി റേഷ്യോസ് തീരാണ്. അപ്പോൾ നമ്മൾ ലിവറേജ് റേഷ്യോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ ആക്ടിവിറ്റി റേഷ്യോസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൻ്റെ അണ്ടറിലും കുറച്ച് റേഷ്യോസ് വരുന്നുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് സോൾവ് ചെയ്ത് വെക്കേണ്ട പ്രോബ്ലമാണ് മിസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മിസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോയും അതേപോലെ തന്നെ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ രണ്ടിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് മിസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. എന്നിട്ട് എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ അതേപോലെ തന്നെ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ചെയ്യാമെന്ന് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വരാണെന്നുണ്ടെങ്കിൽ മിസ്സിനെ വിളിക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു.